കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും മരിക്കുകയൊക്കെ ചെയ്ത സന്ദർഭം മരുന്നുമായി ബന്ധപ്പെട്ട് ചില മരുന്നുകൾ ചുമൻ്റെ മരുന്നൊക്കെ നൽകരുത് എന്ന് പറയുന്ന ചില വാർത്തകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അതീവ ശ്രദ്ധയും കൃത്യതയും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളുടെ ശരീരത്തിന് മരുന്നുകളോട് പ്രതികരിക്കാനുള്ള കഴിവ് മുതിർന്നവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. 1. ഡോക്ടറുടെ നിർദ്ദേശം കർശനമായി പാലിക്കുക. ഡോസ് അളവ് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ മില്ലിഗ്രാം അല്ലെങ്കിൽ മില്ലിലിറ്റർ മാത്രം മരുന്ന് നൽകുക. കുഞ്ഞിന്റെ പ്രായം, ഭാരം, രോഗത്തിന്റെ തീവ്രത എന്നിവ കണക്കിലെടുത്താണ് ഡോസ് തീരുമാനിക്കുന്നത്. സ്വയം അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. കൃത്യമായ ഇടവേള മരുന്ന് നൽകാൻ ഡോക്ടർ പറഞ്ഞ സമയം, ദിവസം, ഇടവേള എന്നിവ തെറ്റാതെ പാലിക്കുക. ഉദാഹരണത്തിന് ദിവസം 3 തവണ എന്നതിന് പകരം ഓരോ 8 മണിക്കൂർ കൂടുമ്പോഴും എന്ന രീതിയിൽ കൃത്യത പാലിക്കുക. കോഴ്സ് പൂർത്തിയാക്കുക. രോഗം ഭേദമായെന്ന് തോന്നിയാലും ഡോക്ടർ നിർദ്ദേശിച്ചത്രയും ദിവസം മരുന്ന്, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കുകൾ നൽകി പൂർത്തിയാക്കുക. 2. അളവെടുക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. അളവെടുപ്പ് മരുന്നളക്കാൻ വീട്ടിലെ സാധാരണ സ്പൂണുകളോ കപ്പുകളോ ഉപയോഗിക്കരുത്. മരുന്നിനൊപ്പം ലഭിക്കുന്ന സിറിഞ്ച്, ഡ്രോപ്പർ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ് എന്നിവ മാത്രം ഉപയോഗിക്കുക. ഇവ കൃത്യമായ അളവുകൾ നൽകാൻ സഹായിക്കും. കുറിപ്പടി ശ്രദ്ധിക്കുക. മരുന്ന് നൽകുന്നതിനു മുമ്പ് ലേബലിൽ എഴുതിയ അളവ്, തീയതി എന്നിവ ശ്രദ്ധിച്ച് വായിച്ചുറപ്പാക്കുക. 3. മരുന്ന് നൽകുന്ന രീതി. കുട്ടിയെ ചേർത്തു പിടിക്കുക. മരുന്ന് നൽകുമ്പോൾ കുട്ടിയെ സുരക്ഷിതമായി ഇരുത്തുകയോ ചേർത്തു പിടിക്കുകയോ ചെയ്യുക. സിറിഞ്ചിന്റെ ഉപയോഗം. ദ്രാവക രൂപത്തിലുള്ള മരുന്നുകൾ സിറിഞ്ചിലെടുത്ത് കുട്ടിയുടെ വായിൽ, നാവിലോ തൊണ്ടയിലോ ഒഴിക്കാതെ കവിളിന്റെ ഉൾഭാഗത്തേക്ക് സാവധാനം നൽകുക. ഇത് കുട്ടിക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകാതിരിക്കാനും മരുന്ന് തുപ്പിക്കളയാതിരിക്കാനും സഹായിക്കും. കലർത്തൽ മരുന്നുകൾ പാലിലോ ജ്യൂസിലോ ഭക്ഷണത്തിലോ കലർത്തി നൽകുന്നത് ഒഴിവാക്കുക. കാരണം കുട്ടി മുഴുവൻ കഴിക്കാതെ വന്നാൽ അളവിൽ വ്യത്യാസം വരും. നിർബന്ധമാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രം ചെയ്യുക. ഛർദിച്ചാൽ മരുന്ന് കൊടുത്ത ഉടൻ കുട്ടി ഛർദിക്കുകയാണെങ്കിൽ വീണ്ടും മരുന്ന് നൽകുന്നതിനു മുൻപ് ഡോക്ടറെ വിളിച്ച് ഉപദേശം തേടുക. 4. സുരക്ഷയും സംഭരണവും. കയ്യെത്താത്ത ദൂരം. എല്ലാ മരുന്നുകളും കുട്ടികളുടെ കയ്യെത്താത്ത ഉയരത്തിൽ സുരക്ഷിതമായി അടച്ചു സൂക്ഷിക്കുക. ഇത് അബദ്ധത്തിൽ കൂടുതൽ കഴിക്കുന്നത് തടയാൻ അത്യാവശ്യമാണ്. ശരിയായ താപനില. മരുന്നിന്റെ ലേബലിൽ നിർദ്ദേശിച്ചിട്ടുള്ള താപനിലയിൽ, റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ മാത്രം സൂക്ഷിക്കുക. കാലാവധി. മരുന്നിന്റെ കാലാവധി, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. 5. മറ്റ് പൊതുവായ കാര്യങ്ങൾ. മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് മറ്റേതു കുഞ്ഞിനും അസുഖം സമാനമാണെങ്കിൽ പോലും നൽകരുത്. പാർശ്വഫലങ്ങൾ. മരുന്ന് നൽകിയ ശേഷം കുട്ടികളിൽ ഉണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങൾ, ചൊറിച്ചിൽ, തടിപ്പ്, ശ്വാസമുട്ടൽ തുടങ്ങിയ പാർശ്വഫലങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഡോക്ടറെ അറിയിക്കുക. മനസ്സിലാക്കാതെ നൽകരുത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ, പ്രത്യേകിച്ചും പനിയോ ജലദോഷമോ ഉള്ളപ്പോൾ കടകളിൽ നിന്ന് നേരിട്ട് വാങ്ങി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മരുന്നുകൾ നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മരുന്നുകൾ നൽകുമ്പോൾ തെറ്റുകൾ ഒഴിവാക്കാനും കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടറോടോ ഫാർമസിസ്റ്റിനോടോ ചോദിച്ച് വ്യക്തത വരുത്താൻ മടിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായ അറിവും ഭയങ്കരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് നമ്മൾ ജെമിനിയോട് ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും, ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും രാത്രി ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീട്ടിലൊക്കെയുള്ള മരുന്ന് വാങ്ങി നൽകാറുണ്ട് സാധാരണ. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു അവസ്ഥയോടെ കടന്നു പോകുമ്പോൾ. അതേപോലെ നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെൻറ്റിൽ വളരെ നല്ല രീതിയിൽ ഞാനിപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ കൊണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാറുണ്ട് നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ. അപ്പോൾ അവർ നല്ല കുട്ടികൾ പ്രത്യേകിച്ച് യൂണിഫോമിലൊക്കെ പോകുമ്പോൾ ഭയങ്കര കെയറിങ് അവർ ചെയ്യുകയും നല്ല ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ചില ആളുകൾ പറയും അവിടെ രക്തം ടെസ്റ്റാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റാക്കിയിട്ട് മാത്രമേ മരുന്ന് തരൂ, അല്ലെങ്കിൽ അവർ മൂത്രം ടെസ്റ്റാക്കും, അങ്ങനെ വയറുവേദന എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് മരുന്ന് തരില്ല, എന്തൊക്കെ ടെസ്റ്റെല്ലാം ആക്കിയിട്ട് മരുന്ന് തരും. പക്ഷേ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ടെസ്റ്റാക്കുമ്പോൾ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സീരിയസ് ആയ കുട്ടിയാണെങ്കിൽ ടൗണിൽ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ ചില ആളുകൾ മടിച്ചു കൊണ്ടുപോലും ഗവൺമെൻറ് ഞാനെങ്ങനെ പോകും, ഞാൻ കുറച്ച് സമ്പത്തില്ല ആളല്ലേ, ഞാൻ വണ്ടിയില്ല ആളല്ലേ, ഞാൻ നല്ല വീടും സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളല്ലേ, ഗവൺമെൻറ് തലത്തിൽ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചിട്ട് ചെറിയ അസുഖമൊക്കെ വരുമ്പോൾ പ്രൈവറ്റായിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രശ്നമില്ല. നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കാവുന്നതാണ്. ഏതൊരു നമ്മളെ
ഏതൊരു ഇന്ത്യക്കാരനും. അതുപോലെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിന് കൃത്യമായ മരുന്നുകൾ നമുക്ക് നൽകുകയും അവിടെ നമ്മളെ പരിചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആളുകൾ ഇത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ഉണ്ടാകുന്നത്.